ഭയങ്കര കോളിളക്കം സൃഷ്ടിച്ചൊരു കേസായിരുന്നു കോഴിക്കോട്ട് നടന്നത്. കോഴിക്കോട്ടെ കോഴക്കേസ്. കോഴക്കേസ്, കോഴിക്കോട്ടെ കോഴക്കേസ്. പ്രമോദ് കോട്ടൂളി പണം വാങ്ങി എന്നും പറഞ്ഞ് പ്രശ്നമായി. ഇപ്പോൾ പണം തിരിച്ചു കൊടുത്ത് എല്ലാം സെറ്റിൽ ചെയ്തതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഞങ്ങൾക്കൊരു പ്രശ്നമില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ്. വലിയ തമാശയാണ് സത്യത്തിൽ. ഈ കേസ് ആദ്യം വന്നപ്പോഴേ ഈ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷ് പറഞ്ഞു, എന്ത് കോഴ, എവിടെ കോഴ, അങ്ങനെ സംഭവം ഞങ്ങളാരും അറിഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ എം വി ഗോവിന്ദൻ മാഷോട് ചോദിച്ചു, സംസ്ഥാന സെക്രട്ടറിയോട്, അങ്ങനെ സംഭവമേ ഇല്ലല്ലോ. മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ ചോദിച്ചു പറഞ്ഞു, അവിടുന്ന് ഏതൊരു യൂത്ത് കോൺഗ്രസ്സുകാരൻ്റെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. ഇതല്ലാതൊരു സംഭവമില്ല. ഇപ്പോൾ വന്ന് ഒരാഴ്ച തികയുന്നതിന് മുമ്പ് കാര്യങ്ങൾ ആകെ ഇപ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ മലർക്കെ തുറന്നു വെക്കുകയാണ്. എന്നുവെച്ചാൽ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ചേരുന്നു, ഗുരുതരമായ പരാതി കിട്ടുന്നു. കോഴിക്കോട്ടെ 2 ഹോമിയോ ഡോക്ടർമാർ, ഭാര്യയും ഭർത്താവ് ഹോമിയോ ഡോക്ടർ, വളരെ പ്രസിദ്ധരാണ് അവിടുത്തെ, വളരെ പ്രഗത്ഭരാണ്. മാത്രമല്ല അവിടെ ഫുൾ ടൈം വലിയ തിരക്കുള്ള ഹോമിയോ ഡോക്ടർമാരാണ്. ഹോമിയോ ഈ ചികിത്സ വളരെ പ്രൊഫഷണലായിട്ട് വളർത്തിക്കൊണ്ടുവരാമെന്നും അതുകൊണ്ട് കാശുണ്ടാക്കി കോടീശ്വരന്മാരാകാമെന്നും തെളിയിച്ച കുടുംബമാണത്. അപ്പോൾ അവർ ഈ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഭർത്താവ് ഇടപെട്ടത്. അവർക്ക് അവിടെ ഒന്നും അങ്ങനെയാണല്ലോ, ആളുകൾക്ക് കാശും സൗകര്യങ്ങളും ആകുമ്പോൾ മോഹങ്ങൾ, മാത്രമല്ല രാഷ്ട്രീയ ബന്ധങ്ങളുമുണ്ട്. അപ്പോൾ ആ ബന്ധം വെച്ചിട്ട് ഇവർ ആവശ്യപ്പെട്ടതാണ്, ഇവർക്ക് PSC അംഗമാകണം, ഒരു മോഹമാണ്. അപ്പോൾ ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന അവിടുത്തെ നേതാവ്, പ്രമോദ് കോട്ടൂളി പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ, CITUവിൻ്റെ നേതാവാണ്. പ്രമോദ് കോട്ടൂളിയാണ് ഇവർക്ക് ഏറ്റവും അടുപ്പുള്ളതിൻ്റെ ഏജൻ്റായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ പ്രമോദ് കോട്ടൂളിയെ സമീപിച്ചു. പ്രമോദ് കോട്ടൂളി ഏറ്റു. അപ്പോൾ 60 ലക്ഷം രൂപ വേണം. അപ്പോൾ 60 ലക്ഷം രൂപ പ്രശ്നമില്ല. അപ്പോൾ അത് 2-3 ഗഡുക്കളായിട്ട് കൊടുക്കാം. കാശില്ലാത്തതുകൊണ്ടല്ല, നടക്കോ ഇല്ലയെന്ന് അറിയണമല്ലോ. അപ്പോൾ 22 ലക്ഷം രൂപ ആദ്യം കൊടുത്തു. അത് പ്രമോദ് കോട്ടൂളി വാങ്ങി വെച്ചു. ആർക്കൊക്കെ കൊടുത്തു എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ വെച്ചു. നമ്മുടെ ഗിരീഷ് ഉൾപ്പെടെയുള്ള 4 പേരെ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പിൽ ഇയാൾ ഏറ്റു പറഞ്ഞു. ആരെ? കൊടുത്തവരും ഏറ്റു പറഞ്ഞു, വാങ്ങിയവനും ഏറ്റു പറഞ്ഞു. 60 ലക്ഷം രൂപയിൽ 22 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ്. ആ പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് അന്വേഷണ കമ്മീഷനെ വെക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ വന്ന് പുറത്ത് വന്നപ്പോൾ എല്ലാം. ഇപ്പോൾ അവസാനത്തെ തീരുമാനം എന്താ? ഈ 20 ലക്ഷം ഇപ്പോൾ വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്തു. ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ ഏതാണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വിവാദമായി എന്ന്. മാത്രമല്ല PSC അംഗമാക്കാൻ അങ്ങനെ എളുപ്പമല്ല. PSC മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞ സാറിന് അറിയാലോ. ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും അത് ഏതെങ്കിലും ഒരു പാർട്ടി മാത്രം വിചാരിച്ചാൽ നടക്കില്ല. മുഖ്യമന്ത്രി മാത്രം വിചാരിച്ചാൽ പോലും നടക്കില്ല. പലപ്പോഴും അത് മുന്നണിയിൽ കൂടി ആലോചിക്കും. അവരുടെ കൂടി വീതം വെപ്പാണ് PSC അംഗം. PSC അംഗം വീതം വെപ്പിൽ CPMന് കിട്ടിയ സീറ്റാണെങ്കിൽ പിന്നീട് അത് പാർട്ടി സ്റ്റേറ്റ് തലത്തിലാണ് ആലോചിക്കുക. കോഴിക്കോട് ജില്ലയിൽ നിന്നും അങ്ങനെ ഉണ്ടാക്കി കോഴിക്കോട് ജില്ലയ്ക്ക് എളുപ്പമല്ല. ഇനി അങ്ങനെ നടക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ തന്നെ CPMൻ്റെ ഏറ്റവും ഉയർന്ന നേതൃത്വമാണ് ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടി ആയിരിക്കണം ഇത് ഈ കാശ് വാങ്ങുന്നത്. അപ്പോൾ ഒടുവിൽ അത് നടക്കൂല എന്ന് തോന്നി തുടങ്ങിയപ്പോൾ ഈ ഒരു തീരുമാനം എടുത്തു. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, ഏതായാലും തന്ന കാശുണ്ടല്ലോ, തന്ന കാശിന് നിങ്ങൾക്ക് പകരം ചെയ്യാവുന്നൊരു കാര്യം എന്താണ്? ഈ ആയുഷ് വകുപ്പുണ്ടല്ലോ, ഹോമിയോ ഒക്കെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയുഷ് വകുപ്പിലാണ്. ആയുഷ് വകുപ്പിലെ പക്ഷേ നിയമനങ്ങളൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റേതാണ്. അപ്പോൾ അതിലെ ഒരു ഉന്നത പോസ്റ്റ്, ഡയറക്ടറോ എന്ത് പോസ്റ്റാണാവോ, ഈ കൊടുക്കാവുന്നൊരു വലിയ പോസ്റ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് അത് കൊടുത്തോളാം, പകരം തന്നോളാം. അപ്പോൾ 60 ലക്ഷത്തിന് PSC അംഗമാണെങ്കിൽ ഇപ്പോൾ 20-30 ലക്ഷത്തിന് ഈ ആയുഷ് വകുപ്പിലെ നിയമനം അത് തന്നോളാം. അതൊരു പക്ഷേ നേടിയെടുക്കാൻ കഴിഞ്ഞേക്കും. കാരണം ആരോഗ്യമന്ത്രിയാണ്, അറിയാലോ. ഇപ്പോഴത്തെ ഒരു ആരോഗ്യമന്ത്രി വെച്ച് വീണ ജോർജാണ്. അവിടെ എന്തെങ്കിലുമൊക്കെ നടത്താൻ ഇവർക്ക് ബുദ്ധിമുട്ടില്ല. വീണ ജോർജ് അത്രയേ ഉള്ളൂ എന്നും ഈ CPMൻ്റെ ഇന്നത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് അത് നടത്തിയെടുക്കാമെന്നും വിചാരിച്ചു കാണും. അപ്പോൾ വിവാദമായതോടുകൂടി ഇപ്പോൾ അതും ഇല്ലാതായി. ഒടുവിൽ ഇപ്പോൾ ഒന്നും നടന്നിട്ടില്ല. ഇപ്പോൾ എന്താ നടന്നത്? ഈ അന്വേഷണ കമ്മീഷൻ്റെ മുമ്പിൽ കോഴ വാങ്ങിയവർ പറഞ്ഞു വാങ്ങിയിട്ടുണ്ട് എന്ന് ഏറ്റു പറഞ്ഞു, വാങ്ങിയവൻ പറഞ്ഞു, പ്രമോദ് കോട്ടൂളി പറഞ്ഞു ഞാൻ വാങ്ങിയിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾക്കാണ് സമ്മതിച്ചു. കുറ്റം ഏറ്റു പറഞ്ഞാൽ പിന്നെ സൗകര്യമുണ്ട് CPMൽ. അവനെ വേഗം മാപ്പുസാക്ഷിയാക്കി രക്ഷപ്പെടുത്താൻ പറ്റും. 13-ാം തീയതി കമ്മിറ്റി ചേരുന്നുണ്ട്. ഇവൻ്റെ പേരിൽ നടപടി വേണമോ വേണ്ടേ എന്നൊക്കെ അന്ന് തീരുമാനിക്കുക. അതിനു മുമ്പ് പ്രശ്നം തീർത്തു. ഇപ്പോൾ പരാതിക്കാർ എന്ത് പരാതി, എന്ത് കോഴ? ഇപ്പോൾ പറയുന്നതാ, പരാതിക്കാരെ കൊണ്ട് അത് പറയിപ്പിച്ചു, കാശ് തിരിച്ചു കൊടുത്ത്. ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, ഞങ്ങളത് ഈ പറഞ്ഞ
ചില സ്വകാര്യ ഇടപാടായിരുന്നു, തിരിച്ചു കൊടുത്തു, അങ്ങനെ അവസാനിപ്പിച്ചു അത്. അപ്പോൾ പ്രമോദ് കോട്ടൂളിക്ക് ഉജ്ജ്വലമായ ഒരു ഭാവി ഉണ്ടെന്ന് വേണം കരുതാൻ. കാരണം ഈ CPM ട്രഡീഷൻ നമുക്കറിയാമല്ലോ, സസ്പെൻഷൻ ഈസ് ദി സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു പ്രൊമോഷൻ. അതെ അതെ അതെ, അത്തരക്കാരാണല്ലോ വലിയ നിലയിൽ. അതെ അതെ, എന്ത് പ്രശ്നമുണ്ട്, ഇപ്പോൾ പോലീസുകാർ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യും, 2 ആഴ്ച കഴിയുമ്പോൾ അവനെ പിന്നെ കയറ്റി വിടും. പാർട്ടിക്ക് വിശ്വസിക്കാവുന്ന ആളാണെന്ന് അവർക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഗുരുതരമായ കുറ്റകൃത്യത്തിന് പുറത്താക്കപ്പെട്ടവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി വരെ ആയി തിരിച്ചു വരും. അതൊക്കെയാണല്ലോ അതിൻ്റെ ഒരു രീതി, അതൊക്കെ വരും. പണ്ടൊക്കെ ഓണസ്റ്റി ഇസ് ദി ബെസ്റ്റ് പോളിസി എന്നുള്ള പ്രോവർബ പഠിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ഇവർ പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നത് കറപ്ഷൻ അല്ല, കക്കാൻ പഠിച്ചാൽ നിൽക്കാൻ പഠിക്കണം, അങ്ങനെ ഒരു പ്രോവർബില്ല. ഉണ്ട്. കക്കാൻ പഠിച്ചാൽ പോലെ നിൽക്കാനും കൂടി പഠിക്കണം. നിൽക്കാൻ പഠിച്ചവൻ കട്ടാൽ അക്കള്ളന് പുരോഗതിയുണ്ട്, ജീവിതമുണ്ട്, അവൻ ജീവിക്കാൻ പഠിച്ചവനാണെന്ന് അതിൻ്റെ അർത്ഥം. ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് സാറേ, ഇതിനകത്ത് യഥാർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയമുണ്ട്. അത് പലരും പുറത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ അത് പ്രകടമാണ്. ഈ കേസിൽ ആദ്യത്തെ പരാതിക്കാരൻ ആരാണെന്ന് അറിയാം? പാർട്ടിക്കകത്ത് സ്വകാര്യമായി ഇപ്പോൾ വാർത്ത വന്നിട്ടുണ്ട്, ഇന്നത്തെ ചില വാർത്തകളുണ്ട്, അത് ഇന്നലെയൊക്കെ വാർത്തകളിലുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം ഇങ്ങനെ ഒരു ഗുരുതരമായ ദുഷ്പേര് പാർട്ടിക്ക് ഉണ്ടാക്കുന്ന ഒരു നീക്കം നടക്കുന്നുണ്ട് എന്ന് പരാതിപ്പെടുന്ന ആരാന്നറിയാം? പാർട്ടിക്ക് ഇതുവരെ ഒരു ദുഷ്പേരും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഒരു സൽപുത്രനാണ്. അതാരാന്ന് വെച്ചാൽ മുഹമ്മദ് റിയാസ. മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട്ടുകാരനാണ്, കോഴിക്കോട് അറിയാലോ. മുഹമ്മദ് റിയാസ് അങ്ങനെ പരാതിപ്പെടണമെങ്കിൽ എന്തായിരിക്കും കാര്യം? പാർട്ടിയുടെ സൽപ്പേരിനെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ഉത്കണ്ഠയാണ്. പ്രശ്നം എന്താന്ന് വെച്ചാൽ ചുരുക്കത്തിൽ പാർട്ടിഷൻ നടത്തിയത് ശരിയായില്ല. ഒന്നുകിൽ പങ്ക്, എനിക്ക് തോന്നുന്നു പങ്കിനേക്കാളും പ്രധാനപ്പെട്ട ഒന്ന്, റിയാസ് അങ്ങനെ പങ്ക് കച്ചവടത്തിനൊന്നും ആളെ കൂട്ടുന്ന ഒരാളല്ല. മൂപ്പർക്ക് ഒറ്റയ്ക്ക് കച്ചവടം ചെയ്യാൻ അറിയാം. പക്ഷെ പ്രശ്നം അതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഈ കരീം കയും റിയാസ് കയും തമ്മിൽ ഉള്ള ഒരു ഇക്കാ കളിയുണ്ട്, മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും കരീം എളമരം കരീം കോഴിക്കോടൻ രാഷ്ട്രീയം കയ്യിലടക്കിയ കാലത്ത്, CPM മുഴുവനും കൈയടക്കി വെച്ച കാലത്ത് മുഹമ്മദ് റിയാസ് സ്വന്തം വാർഡിൽ നിന്ന് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോവാണ്. കോഴിക്കോട് ലോക്സഭാ സീറ്റിൽ മത്സരിച്ചിട്ട് ദയനീയമായിട്ട് തോറ്റുപോയതാണ്. ആ റിയാസ് പിന്നെ വരുന്ന വഴി നമ്മൾ കണ്ടതാണ്. പിന്നീട് മരുമോനാകുന്നു, പിന്നെ ബേപ്പൂർ സീറ്റ് ഏത് ചൂല് നിന്നാലും ജയിക്കുന്ന ബേപ്പൂർ സീറ്റിൽ നിന്ന് ജയിക്കുമ്പോൾ തന്നെ മന്ത്രിയാവുന്നു. അങ്ങനെ ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഇപ്പോൾ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന പദവി റിയാസിന് കിട്ടി. മുഖ്യമന്ത്രി വേണമെങ്കിൽ ആരോഗ്യ പ്രശ്നം പറഞ്ഞ് മാറിയുന്ന അല്ല, അതുപോലും ആളുകൾ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഈ കോഴിക്കോടൻ പൊളിറ്റിക്സിൽ മുഹമ്മദ് റിയാസും എളമരം കരീമും തമ്മിലുള്ള ഒരു മൂപ്പളമ തർക്കം തീർച്ചയായിട്ടും കരീം കാക്ക് തന്നെയാണല്ലോ. റിയാസ് പക്ഷേ റിയാസിന്റെ ഒരു വരവുണ്ടല്ലോ, എല്ലാ ഇക്കമാരുടെയും മീതെ ചവിട്ടി കയറിയിട്ട് ആകാശത്തിലെത്തുന്ന ഒരു ബന്ധമാണല്ലോ. അത് ഒരു പക്ഷേ ഈ പ്രമോദ് കോട്ടൂളിയുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കൂ, CITUവിൻ്റെ ഭാരവാഹിയാണ്. എളമരം കരീം CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ്. ആ ലീനിയേജ് ഒരു പക്ഷേ കരീം ക മുഖേന കാര്യങ്ങൾ സാധിച്ചു കളയാമെന്ന് ധരിച്ച്, പിന്നെ ന്യായമായും ഈ പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന പ്രാദേശിക നേതാവ് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ ഈ ഏറ്റുപോരുന്നൊന്നും. അത് കരീം ക സാധിച്ചു കൊടുക്കുകയും ഇതിൻ്റെ മേജർ പോർഷൻ ഒരു പക്ഷേ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഏതായാലും എളമരം കരീമാണ് ഈ നീക്കത്തിൻ്റെ പിന്നിലെന്ന് മരുമോൻ മന്ത്രി അറിഞ്ഞതിൻ്റെ ഫലമാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത്, ഇത് പുറത്തു വന്നത്. ഇപ്പോൾ പത്രങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് റിയാസ് പരാതിപ്പെട്ടതാണ് പാർട്ടിക്ക്, ഇങ്ങനെ ചില നീക്കങ്ങൾ നടന്നു, പാർട്ടിക്ക് ദുഷ്പേരുണ്ടാക്കാനുള്ള വലിയ നീക്കങ്ങൾ ഇങ്ങനെ മൂത്ത ഇക്കമാർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്നാ. അതിൻ്റെ പിന്നിൽ അതാവണമെന്നില്ല. അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പോക്കറ്റിലേക്കാണ് വരേണ്ടത്? മുഖ്യമന്ത്രിയുടെയും മരുമോനും അറിയാതെ എന്തിനാണ് അങ്ങനെ ഒരു നീക്കം നടത്തുന്നവൻ ആര്? അവനെ പിടിക്കണം. അതിന്റെ ഫലമായിട്ടാണ് പ്രമോദ് കോട്ടൂളി യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, അതായത് തല നിൽക്കുമ്പോൾ ആടണ്ടെന്ന് തന്നെ അതിന്റെ ന്യായം. അപ്പൊ തല ഏതെന്ന് വെച്ചാൽ ഈ ഇളം തലയാണ് ഇപ്പോൾ തലയായി തീരുന്നത്. ഈ ഇളമുറക്കാരൊക്കെ തലയായി തീരുകയും മൂത്തതൊക്കെ പൂതലിച്ച് താഴോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം അതാണ്. ഇതിലിപ്പോൾ കരീം കായുടെ ഗ്രൂപ്പിലാണ് ഈ അഴിമതി, അല്ലെങ്കിൽ കരീം കയിലേക്കാണ് അഴിമതി പണം ചെല്ലുന്നത് എന്നതിൻ്റെ കെറുവാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം. അത് രണ്ട് കാര്യമുണ്ട്. കരീം വിചാരിച്ചാൽ ഇനിയൊന്നും അവിടെ നടക്കാൻ പാടില്ല എന്നുകൂടി ഒരു വാശി അതിനകത്തുണ്ടാകും. പലതും നടക്കുന്നെങ്കിൽ ഞാൻ മുഖേനയല്ല നടക്കാൻ പാടില്ല എന്ന ഒരു ഈഗോ ഇഷ്യൂ ഉണ്ടാവും. അതാണ് ഗ്രൂപ്പിസമാണ്. യഥാർത്ഥത്തിൽ CPMലെ ഗ്രൂപ്പിസം കൊണ്ട് മാത്രം പുറത്തു വന്നൊരു ഇഷ്യൂ ആണിത്. ഇപ്പോൾ ഇനി ഒരു പക്ഷേ ഈ പ്രമോദ് കോട്ടൂളിക്ക് വേറെ നടപടി വന്നേക്കാം. അപ്പോഴും യഥാർത്ഥ പ്രതി ഇത് ചെയ്യിച്ചവൻ, അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെപ്പോഴും ചോദിക്കുന്ന കുറ്റവാളി ആര് എന്നതിലേറെ
കുറ്റം ചെയ്തവൻ ആര് എന്നല്ല, ചെയ്യിച്ചവൻ ആര് എന്ന ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തിൻ്റെ ഉത്തരം എപ്പോഴും ബാക്കി കിടക്കും. കൗതുകകരമായൊരു തമാശ ഇതാണ്, ഈ കളവ് മുതൽ തിരിച്ചു കൊടുത്താൽ കേസല്ലാതായിത്തീരും. കള്ളനെ തൊണ്ടി മുതലോടെ പിടിച്ചിട്ട് ഇതാ കള്ളൻ എന്ന് വിളിച്ചു പറഞ്ഞാൽ ആ കള്ളൻ ഇതാ ഞാൻ തന്നെയാണ് കട്ടത്, ഞാൻ കട്ടത് ഞാൻ തിരിച്ചു തന്നു, ഇപ്പം ഞാൻ വിശുദ്ധനായി എന്ന് പറയുന്ന തരത്തിലുള്ള പരിഹാസ്യമായ ഒരു നിലപാടാണ്. CPM-ൽ നിന്ന് ഭാവിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ച് കോഴിക്കോടൻ പൊളിറ്റിക്സിൽ നിന്ന് പുറത്തു വരാനിടയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഈ കേസ്. അപ്പോൾ ഈ ന്യൂജൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മൊറാലിറ്റി എങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുകയാണ്? തീർച്ചയായിട്ടും മാർക്സിസത്തിന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂജൻ മൂത്തവരെക്കാളും കഷ്ടം എല്ലാ അർത്ഥത്തിലും. താഴെ നിന്നാണ് ചീഞ്ഞു തുടങ്ങുന്നത് സാറേ, മുകളിൽ നിന്നല്ല. അത്ര ദയനീയമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക്. ശരി.